നേരം മിണ്ടാതിരുന്നു. ഗിരിയേട്ടൻ ഒരലവലാതിയും കൊണ്ട് ഉമ്മറത്ത് വന്നിട്ടുള്ളത് കാര്യമായിട്ടുള്ള എന്തോ പണിയും കൊണ്ടാണെന്ന് ഉറപ്പായിരുന്നു അരുണിമയ്ക്ക്. അമ്മ ചായ വെച്ചു കഴിഞ്ഞുവെന്ന് ഒരന്വേഷണം നടത്താനും അരുണിമ കുളി കഴിഞ്ഞിറങ്ങിയോ എന്നറിയാനും വേണ്ടി ഗിരി അടുക്കളയിലേക്ക് ചെന്നു. അരുണിമ കുളി കഴിഞ്ഞിറങ്ങിയില്ലേ അമ്മേ? ഓ ഇറങ്ങി, അവളുടെ മുറിയിൽ കാണും. ഗിരി മുറിയിലേക്ക് അരുണിമയെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അമ്മ എടുത്തു ചോദിച്ചു, അല്ലടാ, എന്താ ഉദ്ദേശിച്ചതിൻ്റെ? ആ പയ്യനാരാ? അവള് പോയി ചായ കൊടുക്കണമെന്ന് വെച്ചാ അമ്മ ഉദ്ദേശിച്ചു തന്നെ. അവൾക്ക് എന്തുകൊണ്ടും അവൻ ചേരും. പേരിനൊരു പെണ്ണ് കാണില്ലെന്ന് കൂട്ടിയാൽ മതി. അച്ചുവിനെ പെണ്ണ് നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എടാ, എന്താടാ ജോലി? നിന്റെ പോലെ ആ ചെറുക്കന് തല്ലുള്ളിയാണോ? ആണെങ്കിൽ അവനെ കെട്ടിയാൽ മതി എൻ്റെ പൊന്നുപെങ്ങള്. അതേ നടക്കൂ. ഗിരി അരുണിമയുടെ മുറിയുടെ വാതിൽ തട്ടി. അന്നേരം അരുണിമ വാതിൽ തുറന്ന് ഗിരിയെ നോക്കാതെ കൂസലില്ലാതെ നിന്നു. എടി, അടുക്കളയിൽ നിന്ന് 2 ഗ്ലാസും ചായയും കൊണ്ട് മുൻവശത്തേക്ക് വാ. എനിക്ക് വയ്യ. വയ്യാന്നോ? അതെന്താ? വയ്യ അത്ര തന്നെ. ചായ അമ്മ കൊണ്ടുവരും. അത് പറ്റില്ല. പ്രവി വന്നത് നിന്നെ കാണാനാണ്. കൂടുതൽ മുഖൂരൊന്നും കൂടാതെ ഞാൻ പറയാം. പ്രവിക്ക് നിന്നെ ഇഷ്ടാ. അതെന്നോട് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. പേരിന് വേറൊരു ചടങ്ങായിട്ട് കൂട്ടിയാൽ മതി. കല്യാണമാണോ ഗിരിയേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ, ഈ വൃത്തിയേട്ട കൊണ്ടേ അല്ലാണ്ട് ഗിരിയേട്ടന് വേറെ ആരെയും കിട്ടിയില്ലേ? എന്തായാലും സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഏട്ടൻ കണ്ടുപിടിച്ച ചെറുക്കനെ കൊള്ളാം. ഓഹോ, അപ്പൊ പെങ്ങളും തള്ളയെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പറഞ്ഞത് കേൾക്കാൻ നോക്ക്. അടുക്കളയിൽ പോയി ചായ എടുത്ത് വേഗം പാടി. ഏട്ടാ, ഞാൻ വരില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ഈ പരിപാടിക്ക് എന്നെ നിർബന്ധിക്കണ്ട. അരുണിമ വാതിൽ തല്ലിയടിച്ചു. അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ചായയും കൊണ്ടുപോയി ആ ഗുണ്ടയുടെ മുന്നിൽ നിൽക്കാൻ. അരുണിമ വാതിൽ കൊട്ടിയടച്ചപ്പോൾ ഗിരിയുടെ മുഖം വീർത്തു. കൈകൾ തരിച്ചുകൊണ്ട് ഗിരി ഒച്ചയിട്ട് അടുക്കളയിലേക്ക് അമ്മയുടെ മെക്കിട്ട് ചെന്ന് കയറി. എടാ, നീ എന്തിനാ എൻ്റെ മെക്കിട്ട് കയറുന്നേ? അവള് പറഞ്ഞതിൽ കാര്യമില്ലടാ ഗിരി. അയ്യോ, നിങ്ങളൊന്ന് പതുക്കെ പറയുന്നുണ്ടല്ലേ. അവൻ കേൾക്കും. മര്യാദയ്ക്ക് പോയവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ചായം കൊണ്ട് അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ആ വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ഗിരി അമ്മയുടെ അടുത്തേക്ക് തട്ടിക്കയറി. ദേഷ്യത്തിൽ അലറി വിളിക്കുന്ന മുഖഭാവം കണ്ടപ്പോൾ അമ്മയ്ക്ക് പേടി തോന്നി. ഗിരിയുടെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ആ ചെറുക്കൻ പോയാൽ പിന്നെ തന്നെയും അരുണിമയെയും വെച്ചേക്കില്ലെന്ന് നന്നായിട്ടറിയാവുന്നതുകൊണ്ട് അരുണിമയുടെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന് വിളിച്ച് നയത്തിൽ തുറക്കാൻ പറഞ്ഞു. അരുണിമ വാതിൽ തുറന്ന് മടിയോടെ നിന്നു. എനിക്ക് ഗുണ്ടയുടെ ഭാര്യ കൂടി ആയി ജീവിക്കാൻ വയ്യ അമ്മേ. അല്ലെങ്കിലേ നമുക്ക് നല്ല ചീത്തപ്പേരുണ്ട്. നീ ഒന്ന് ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ മോളെ. ഇപ്പോൾ പോയിട്ട് ഒരു ചായ കൊടുത്തെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. അമ്മ അരുണിമയെ നിർബന്ധിച്ചു. എന്നാൽ എനിക്കെന്തോ വയ്യമ്മേ. അയാളുടെ മോന്തയും വേഷവും. ഞാൻ എടി, അല്ലെങ്കിൽ അവനോട് കിടന്ന് ഒറ്റ വെച്ച് പൊളിക്കും. നമുക്ക് സാവധാനം പറഞ്ഞ് ഇരിയെ മനസ്സിലാക്കാം. മോള് വാ, അമ്മയെ വിഷമിപ്പിക്കല്ലേ. അരുണിമയ്ക്ക് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അനുസരണക്കേട് കാണിച്ചാൽ കുറച്ചു കഴിഞ്ഞുണ്ടാകുന്ന ബഹളമോർത്ത് മനസ്സ് മാറി. അമ്മ പറഞ്ഞതുപോലെ ഒരു ചായ കൊടുത്താൽ താൻ ആ ഗുണ്ടപ്രവിയുടെ ഭാര്യയൊന്നും ആവാൻ പോകണില്ലല്ലോ. അരുണിമ നേരെ അടുക്കളയിലേക്ക് ചെന്നു.